കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി. ഒരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, മത്സരിക്കില്ല. കാരണം ഇവിടെ PT പീരീഡും സ്പോർട്സ് പീരീഡും വന്നിട്ട് കണക്ക് മാഷ് വന്നിട്ട് കണക്കെടുക്കുക ചെയ്യുക. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അതാ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പോർട്സ് പീരീഡ് പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട, നിങ്ങൾ കണക്ക് പഠിച്ചിട്ട് 4 മാർക്ക് വാങ്ങി പാസ്സാവാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണക്ക് പഠിപ്പിക്കും. എന്നിട്ടോ ഇപ്പൊ ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ നമുക്കൊരു മെഡലും ഇല്ല, ആരോട്ട് പങ്കെടുത്തിട്ടും ഇല്ല. എന്താണ്, അവനതിനെ പറ്റി ഒന്നും അറിയില്ല. അതിനെ പറ്റിയിട്ടാണ് മനോരമയിൽ ഇപ്പൊ ആദ്യത്തെ ന്യൂസ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ്, നീരജ് ചോപ്ര ഇന്ന് ഇറങ്ങും, ഇന്ത്യക്ക് ഇരട്ടി സന്തോഷം. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഹർജീന്ദർ കൗറിനും വെള്ളി. കോമൺവെൽത്ത് ഗെയിംസിന് അത്ലറ്റിക്സ് ട്രാക്കിൽ വീണ്ടും ഇന്ത്യൻ ചരിത്രം പിറന്നു. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗ് ആണ് ചരിത്ര പുരുഷനായത്. കോമൺവെൽത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ പുരുഷ താരം 10,000 മീറ്ററിൽ മെഡൽ നേടുന്നത്. വനിതകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗിൽ 69 കിലോഗ്രാം ഹർജീന്ദർ കൗറും കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മത്സരത്തിൽ വെള്ളി നേടി. സ്നാച്ചിങ്, ക്ലീൻ ആൻഡ് ജർക്ക് വിഭാഗത്തിലും റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെയാണ് ഹർജീന്ദറിന് മെഡൽ നേട്ടം. ഫസ്റ്റ് തന്നെ ഇപ്പൊ എന്തായാലും സ്പോർട്സ് ന്യൂസ് ആണ് ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നത്. അടുത്ത പിന്നെ നമ്മുടെ CJPന്റെ പ്രശ്നം തന്നെയാണ്. അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. വെടിവെച്ചത് ആര് പറഞ്ഞിട്ട്? പദവിയിൽ തുടരാൻ അയോഗ്യൻ, ആഭ്യന്തര മന്ത്രിയെ പുറത്താക്കണമെന്ന് രാഹുൽ ഗാന്ധി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണം. പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ കാഴ്ച നഷ്ടപ്പെടുത്തി, ചെറിയ കുട്ടികളുടെ മുഖത്തടിച്ചു, ആണി തറച്ച ലാത്തി ഉപയോഗിച്ചു. ഇത്തരം നിർദ്ദേശം എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് അറിയില്ല. ഒന്നുകിൽ ആക്രമണത്തിന് അമിത്ഷാ ഉത്തരവിട്ടു, അല്ലെങ്കിൽ സ്വന്തം മന്ത്രാലയത്തിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും അറിയില്ല. രണ്ടായാലും പദവിയിൽ തുടരാൻ അമിത്ഷാ അയോഗ്യനാണ്. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ ക്രൂരതകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. അമിത്ഷായെ പുറത്താക്കണമെന്നും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരീക്ഷാ തട്ടിപ്പുകൾക്ക് ശിക്ഷ കടുപ്പിക്കുന്നതിന് ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ ലോക്സഭയിൽ പ്രസംഗം പൂർത്തിയാക്കാൻ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വൈകിട്ട് ഇന്ദിരാഭവനിൽ പ്രത്യേക വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾ. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബില്ല് പാസാക്കിയത്. അമിത്ഷായ്ക്ക് എതിരെ ഉൾപ്പെടെയുള്ള രാഹുലിന്റെ ആരോപണങ്ങൾ പിന്നീട് സഭ രേഖകളിൽ നിന്നും നീക്കി. ഇതിപ്പോ എന്തായാലും അമിത്ഷായ്ക്കെതിരെയാണ്. അമിത്ഷാ രാജിവെക്കണം എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇപ്പൊ BJPക്കാരെ ഓരോരുത്തരായിട്ട് രാജിവെപ്പിക്കാനാണ് കോൺഗ്രസ്സുകാരും CJPക്കാരും നോക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ അതോ CJP അധികാരത്തിൽ വരുമോ എന്ന് എനിക്കറിയില്ല. CJPയിൽ എന്തായാലും ആരും മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും CJP വരില്ല. പക്ഷെ ഇതിപ്പോ കോൺഗ്രസ്സുകാരുടെ പക്ഷത്തേക്ക് ഈ ഒരു പ്രശ്നമാക്കാൻ ശ്രമിക്കണ്ടോ എന്നുള്ളത് ഇതിന്ന് വായിക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ പെല്ലറ്റും കൊണ്ട് വെടിവെച്ച പയ്യന്റെ ഫോട്ടോ ഒക്കെ മനോരമയില് പക്കയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവന്റെ മുഖമൊക്കെ അങ്ങോട്ട് വിണ്ട് കീറി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. കണ്ണ് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. കേന്ദ്രത്തിൽ CJP ആണെങ്കിൽ കേരളത്തിൽ PSC ആണല്ലോ. പരീക്ഷാ ക്രമക്കേട്, ക്രൈംബ്രാഞ്ച് കേസെടുത്തു, പ്രതി PSC. ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് FIR. കൈക്കൂലി ഇടപാടിന്റെ സൂചനയും. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തു. ഇടതു സർവീസ് സംഘടനയിൽ പെട്ടയാൾക്ക് ജോലി ലഭിക്കാൻ പരീക്ഷാ മൂല്യനിർണയത്തിൽ ഗുരുതര ക്രമക്കേട് നടത്തുന്നുവെന്ന് സ്ഥാപിച്ചതിനു പിന്നാലെയാണ് നടപടി. 1ാം റാങ്ക് ലഭിച്ചയാൾക്ക് തിരിമറി നടന്നില്ലായിരുന്നെങ്കിൽ റാങ്ക് പട്ടികയിൽ പോലും ഇടം ലഭിക്കില്ലായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അഴിമതി നിരോധനം, പൊതുസേവകരുടെ വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഒരു ഉദ്യോഗസ്ഥന്റെ പങ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ചേർക്കുമെന്ന് വിവരം. FIR-ൽ ആരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടില്ല. പേരുകൾ ചേർത്തുള്ള റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. ആലപ്പുഴ സ്വദേശി VS ജയലാലിന്റെ പരാതി ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT ആണ് അന്വേഷിച്ചത്. ഇടതു സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന അരുൺ ജെ പ്രതാപിനാണ് നിയമനം ലഭിച്ചത്. CPI നിർദ്ദേശപ്രകാരം നിയമിക്കപ്പെട്ട PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു 2 അംഗങ്ങളുമാണ് അഭിമുഖം നടത്തിയത്. അപ്പോൾ കേരളത്തിലെ PSC ക്രമക്കേട് നടത്തിയത് ആരാണ് എന്നുള്ളത് ഇവിടെ ഇപ്പോ വ്യക്തമായിട്ട് മനോരമയിൽ എഴുതിയിട്ടുണ്ട്. അത് CPM-ന്റെ കാലത്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതിന്ന് മനസ്സിലാക്കാം. പിന്നെ മനോരമയിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഒരു മെയിനായിട്ട് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിറപൂത്തിരി ചടങ്ങിലുള്ള നെൽക്കതിർ പുത്തരി കണ്ടത്തു നിന്ന് നഗര ഭരണാധികാരിയായ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ തലയിൽ ചുമന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനടിയിൽ എത്തിച്ചപ്പോൾ കൗൺസിലർ പാപ്പനംകോട് സജി, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS,
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരമന അജിത്ത് എന്നിവർ ഒപ്പം. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോയാണ് ഇത് കേരള കൗമുദിയിലായാലും ജന്മഭൂമിയിലായാലും ദീപികയിൽ കൊടുത്തിട്ടില്ല, മംഗളത്തിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു സാഡ് ന്യൂസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മുണ്ടക്കയത്തിന്റെ പ്രശ്നം. ഇന്ന് ജൂലൈ 30 കൂടിയാണ് കേട്ടോ. അപ്പോ മുണ്ടക്കയ പ്രശ്നം നടന്നിട്ട് എന്തായാലും 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിൽ പതിക്കാം ഈ 52 കുരുന്നുകളെ. വയനാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസ് ചുമരിൽ പുഞ്ചിരി തൂകുന്ന 52 കുട്ടികളുടെ ചിത്രങ്ങൾ ഒപ്പം ഇങ്ങനെ കുറിക്കും. 2024 ജൂലൈ 30 രാവിലെ മുണ്ടക്കയയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടലിൽ വീടുകളെയും മലകളെയും മാത്രമല്ല വിഴുങ്ങിയത്, സ്വപ്നങ്ങളും കൗതുകങ്ങളുമായി ജീവിച്ച 52 കുരുന്നു ജീവിതങ്ങളെയും. ഇവർ വെറും വിദ്യാർത്ഥികൾ മാത്രമായിരുന്നില്ല, വിരിയാൻ കാത്തിരുന്ന ഭാവികൾ, പറയാൻ കാത്തിരുന്ന കഥകൾ, നമ്മൾ കാണാൻ കാത്തിരുന്ന സന്തോഷങ്ങൾ. ഓരോ ഫോട്ടോയും പാതി വഴിയിൽ നിന്നുപോയ ഒരു പ്രപഞ്ചമാണ്. ശബ്ദം നഷ്ടപ്പെട്ട ക്ലാസ് മുറി, ഒരിക്കലും തുറക്കാത്ത ബാഗ്, ഇനി കാണാൻ കഴിയാത്ത ചിരി, നൃത്തം ചെയ്ത കുട്ടി, ശാസ്ത്രത്തെ സ്നേഹിച്ച വിദ്യാർത്ഥി, മുത്തശ്ശിയെ സഹായിച്ച കുഞ്ഞ്. അവരുടെ സ്വപ്നങ്ങൾ ഇപ്പം നിശബ്ദതയിൽ പ്രതിധ്വനിക്കുന്നു. പക്ഷെ അവരുടെ സാന്നിധ്യം കാണാതാണെങ്കിലും നമ്മൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഭീതി ഒരു ഓർമ്മയായി മാത്രം അവശേഷിക്കരുത്, അവരെ നമ്മുടെ ഹൃദയത്തിൽ ചുമക്കുമെന്ന് വാഗ്ദാനം കൂടിയാകട്ടെ. അപ്പൊ അതാണ് മുണ്ടക്കൈ പ്രശ്നത്തെ പറ്റിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസാണ് മൻമോഹന് നീതി മരണാന്തരം. കൽക്കരി അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെയുള്ള 2015 വിചാരണ കോടതി സമൻസ് സുപ്രീം കോടതി റദ്ദാക്കി. CBI നൽകിയ ക്ലീൻ ഷീറ്റ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോഷ് മല്യ, ബാഗ്ചി വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് അംഗീകരിച്ചു. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ച് പട്യാല ഹൗസ് പ്രത്യേക CBI കോടതി ജഡ്ജിയായിരിക്കെ പരാശറാണ് സമൻസ് അയച്ചത്. അദ്ദേഹം നിലവിൽ സുപ്രീം കോടതി സെക്രട്ടറി ജനറലാണ്. അല്ല, ഒരു മരിച്ച വ്യക്തിക്കെതിരെ എന്തിനാ ഇനി കേസ്? മരിച്ച ആളെ പോലും നമ്മുടെ നാട്ടിലും ഇല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ കേസൊന്നും തീരണില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അദ്ദേഹം കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നും നമുക്കറിയില്ല. ചെയ്തിട്ടും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം അങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അടുത്തൊരു ന്യൂസാണ് ഖജനാവ് വിഴുങ്ങും വെള്ളാനകൾ ഔട്ട്. 591 സ്ഥാപനങ്ങളിൽ പലതും വൻ ബാധ്യത. ശമ്പളത്തിന് മാത്രം വർഷം 19,000 കോടി. സമഗ്ര ഭരണ പരിഷ്കാരം 5 പദ്ധതിയിലൂടെ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഖജനാവിലെ പണം തിന്നു കൊഴുക്കുന്ന സ്ഥാപനങ്ങളെ ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 591 സർക്കാർ സ്ഥാപനങ്ങളിൽ പലതും ഇത്തരത്തിലുള്ളതാണ്. ശമ്പളം നൽകാൻ 19,000 കോടിയിലേറെ ചെലവിടുന്നു. സംസ്ഥാനം ഒരു വർഷം കടമെടുക്കുന്നത് 39,000 കോടിയാണ്. അതിന്റെ പകുതി ഇവരുടെ ശമ്പളത്തിന് വേണം. കാർ, ഓഫീസ്, മറ്റ് ചെലവുകൾ വേറെയും. ഒരു ജോലിയുമില്ലെങ്കിലും ജില്ലാ സംസ്ഥാന തലത്തിൽ ഓഫീസുകളുണ്ട്. ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കും, അല്ലാത്തവയെ ഒഴിവാക്കും, അല്ലെങ്കിൽ വകുപ്പുകളോട് ചേർക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക അച്ചടക്കവും കാര്യക്ഷമതയും വീണ്ടെടുക്കാൻ 5 പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇതുൾപ്പെടെ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ നടപ്പാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പണിയില്ലാത്ത സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇത്രയും കാലം കേരളത്തിൽ ഒരു പണിയില്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത്. എന്തായാലും അതൊക്കെ അടച്ചുപൂട്ടണമെന്ന് തീരുമാനിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താ പ്രശ്നം വെച്ചാൽ കുറെ പിൻവാതിൽ നിയമനത്തിലൂടെ വന്ന ആൾക്കാരുടെയൊക്കെ പണി പോകുമെന്ന് മാത്രം. അടുത്തൊരു ശബരിമല പ്രശ്നത്തിന്റെ ന്യൂസ് ആണ്. മറ്റേ സ്വർണ്ണക്കൊള്ളയല്ല, ഇത് നെയ്യിന്റെ കൊള്ളയാണ് കേട്ടോ. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചു വിറ്റതിൽ അന്വേഷണം. സ്വർണം മാത്രമല്ല, അവര് നെയ്യ് അടക്കം എടുത്തു വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് മിൽമ നൽകിയ നെയ്യ് മറിച്ചുവിറ്റ നിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്ത് എത്തിച്ചതിൽ അന്വേഷണം നടത്താൻ ദേവസ്വം മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. ദേവസ്വം വകുപ്പ് സെക്രട്ടറിയാണ് അന്വേഷണ ചുമതല. ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിലും സന്നിധാനത്ത് എത്തിച്ചതിലും ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന് മിൽമയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്രി വ്യക്തമാക്കി. നിലവാരമുള്ള നെയ്യ് മാറ്റി ഗുണനിലവാരമില്ലാത്ത നെയ്യ് വിതരണം ചെയ്തെന്നും ടെൻഡർ നടപടികളിൽ ക്രമക്കേടുണ്ടായ ബാച്ച് നമ്പറുകൾ തിരുത്തിയെന്നും വിജിലൻസ് അന്വേഷണം തുടങ്ങിയെന്നുമാണ് വാർത്തകൾ. സ്വർണം മാത്രമല്ല, നെയ്യ് അടക്കം മറച്ചു വിറ്റ് കടയിൽ കൊണ്ടുപോയിട്ട് കാശാക്കിയിട്ടുണ്ട് എന്തായാലും ഇവര്. നെയ്യ് എന്തായാലും അത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം പോയിട്ടുണ്ടാവും. ഇനി നെയ്യ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസിന് പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നെയ്യൊന്നും കിട്ടാൻ പോണില്ല. അടുത്ത ബിസിനസ് ന്യൂസ് ആണ്. അരി വില ഉയരുന്നു, ആശങ്ക തിളയ്ക്കുന്നു. എല്ലാ തരം അരിക്കും 6 രൂപ വരെ കൂടി. തിരുവോണത്തിന് 1 മാസം മുമ്പ് അരി വില വർദ്ധിച്ചതിൽ ആശങ്ക ഏവുന്നു.
എല്ലാത്തരം അരിക്ക് 6 രൂപ വരെ കൂടി. കേരളീയരുടെ ഇഷ്ട ഇനമായ വടി അരിക്കാണ് ഏറ്റവും കൂടുതൽ വർധന. 8 രൂപ വരെയാണ് അരിയുടെ പ്രധാന ഉൽപാദന കേന്ദ്രമായ കാലടി പെരുമ്പാവൂർ മേഖലയിൽ കൂടിയത്. ചില്ലറ വിപണിയിൽ 64 രൂപ വരെ കൊടുക്കണം. 58 മൂലം 60 രൂപ ലഭിച്ചിരുന്നതാണ്. ഉണ്ട അരി 50 രൂപയായി. 45 മൂലം 48 രൂപയ്ക്ക് വരെ ലഭിച്ചിരുന്നതാണ്. സുരേഖ അരി 5 രൂപ കൂടി 55 രൂപയായി. ആന്ധ്ര ജയ അരിക്ക് 49 മൂലം 50 രൂപയായി. ആന്ധ്ര കുറുവ അരിക്ക് കിട്ടാൻ 47 മൂലം 48 രൂപ നൽകണം. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീസ, ബംഗാൾ എന്നിവിടങ്ങളിലും വില വർദ്ധിച്ചു. കാലാവസ്ഥ വ്യതിയാനം മൂലം മറ്റു സംസ്ഥാനങ്ങളിലെ വിലയിലുണ്ടായ വർധനയാണ് അരിവില കൂടാൻ പ്രധാന കാരണമെന്നു അരി വിപണിയിലെ പ്രധാന വിതരണക്കാരായ പവിഴം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ NP ജോർജ് പറഞ്ഞു. കർണാടകയിലെ ജ്യോതി നെല്ലിന്റെ വില കിലോഗ്രാമിന് 34 രൂപയായി. ഉണ്ട നെല്ലിന് 24-25 രൂപയായിരുന്നത് 28-29 രൂപയും, ജയ നെല്ലിന് 27-28 രൂപയും, വെള്ള നെല്ലിന് 26-27 രൂപയെ വർദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ അരി വില കൂടുകയാണെങ്കിൽ എല്ലാവരും മാവേലി പോയിട്ട് ഒന്നില്ലെങ്കിൽ സബ്സിഡിയുടെ അരി വാങ്ങുക, അല്ലെങ്കിൽ റേഷൻ അരി വാങ്ങിയിട്ട് കഴിക്കുക. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇനിയിപ്പോ എന്തായാലും ഓണക്കാലത്ത് കാണുന്നില്ല. അടുത്ത് പച്ച തേങ്ങയ്ക്ക് നല്ല കാലം, വില കൂടി തുടങ്ങി. ഓണക്കാലത്ത് ഇനിയും കൂടുമെന്ന് വ്യാപാരികൾ. ഓണം സീസൺ തുടങ്ങും മുമ്പ് പച്ച തേങ്ങയ്ക്ക് വില കൂടി തുടങ്ങി. കേരഫെഡ് കഴിഞ്ഞ ആഴ്ച 1 കിലോഗ്രാമിന് 51 രൂപയ്ക്ക് സംഭരിച്ച പച്ച തേങ്ങയ്ക്ക് ചൊവ്വാഴ്ച വില 59 രൂപയായി. പൊതുവിപണിയിൽ കിലോഗ്രാമിന് 55 രൂപയാണ് വില. ഒരാഴ്ച കൊണ്ട് കേരള ഫെഡ് 8 രൂപ കൂട്ടിയപ്പോൾ പൊതുവിപണിയിൽ 5 രൂപ കൂടി. ഓണം അടുക്കുന്നതോടെ വില ഇനിയും കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ തേങ്ങ ഉൽപാദനം കുറയുന്നതിനാൽ കേരളത്തിലെ കർഷകർക്ക് കാര്യമായ നേട്ടം കിട്ടുന്നില്ല. തമിഴ്നാടിനാണ് നേട്ടം. ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ആവശ്യം കൂടുന്നതാണ് പച്ചത്തേങ്ങ വില വർധനയ്ക്ക് പ്രധാന കാരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇവിടെ പച്ചത്തേങ്ങ വില വർദ്ധിക്കാൻ കാരണമായി. കഴിഞ്ഞ ഓണക്കാലത്ത് വില കിലോഗ്രാമിന് 78 രൂപ വരെ എത്തിയെങ്കിലും ആവശ്യത്തിന് തേങ്ങ ലഭിച്ചിരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര വ്യാപാരികൾക്കാണ് നേട്ടമുണ്ടായത്. കേരളത്തിലെ ആവശ്യം ഉയരുമെന്നും കണ്ട് കൊപ്ര പൂഴ്ത്തിവെക്കുന്നത് പതിവാണ്. ഇക്കുറി തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര വരവ് കുറഞ്ഞത് പൂഴ്ത്തിവെപ്പ് കാരണമാണെന്ന് വ്യാപാരികൾ പറയുന്നു. അത് പിന്നെ ബിസിനസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഓണക്കാലത്ത് പൊതുവെ തേങ്ങയ്ക്ക് വില കൂടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനടക്കം കടയിൽ തേങ്ങ വിറ്റപ്പോൾ എനിക്കടക്കം 30 രൂപയാണ് കിട്ടിയത്. നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ എന്തായാലും വില കമ്മിയിലല്ലേ കിട്ടുള്ളൂ. ആ രീതിയിൽ 30 രൂപ കൊടുത്ത് 3 ചാക്ക് എന്തായാലും തേങ്ങ ഉണ്ടാവുകയും ചെയ്തു. അതിൽ നല്ല ലാഭം തന്നെ എനിക്ക് പേഴ്സണലി കിട്ടുകയും ചെയ്തു. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. യൂസഫ് അലി UAE നിക്ഷേപ കൗൺസിൽ ഉപാധ്യക്ഷൻ. UAE രാജ്യാന്തര നിക്ഷേപ കൗൺസിലിംഗിന്റെ ഉപാധ്യക്ഷനായി മലയാളി വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി തിരഞ്ഞെടുക്കപ്പെട്ടു. UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ ഹമദ് അൽ സെയ്യൂദിയാണ് ചെയർമാൻ. സെക്രട്ടറി ജനറലായി അബ്ദുള്ള അഹമ്മദ് അൽ സുവൈദയും മുബാദല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഡെപ്യൂട്ടി ഗ്രൂപ്പ് CEO ഹുമൈദ് അൽ ഷിമിരിയ മറ്റൊരു വൈസ് ചെയർമാനായും നിയമിച്ചു. നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാൻ 2009 കൗൺസിൽ രൂപീകരിച്ചത്. എന്താ മലയാളികളൊക്കെ UAE പോയിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ തലപ്പത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഇന്നലെ പുതിയൊരു റാക്കറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനു മുമ്പ് അവയവ മാർക്കറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണ്ണക്കൊള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നവജാത ശിശുവിനെ വിൽക്കണ കേസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു യുവതിയും കൂടി അറസ്റ്റിലായിട്ടുണ്ട്. നവജാത ശിശുവിനെ വിറ്റ കേസ്, ഒരു സ്ത്രീ കൂടി അറസ്റ്റിൽ, 2 യുവതികൾ നിരീക്ഷണത്തിൽ. മാസങ്ങൾക്ക് മുമ്പ് ഒരു നവജാത ശിശുവിനെ വിറ്റെന്ന കേസിൽ സ്ത്രീകൾ അറസ്റ്റിൽ. കൊല്ലം പറവൂർ കുറുമുണ്ടൻ കുളത്തിൽ പുത്തൻ വീട്ടിൽ അനീന ജെൻസിയാണ് അറസ്റ്റിലായത്. 26 വയസ്സേ ഉള്ളൂ കേട്ടോ പെണ്ണിന്. ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ചയാണ് ഈരാറ്റുപേട്ട പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത്. ഈരാറ്റുപേട്ടയിൽ പിടിയിലായ നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘത്തിലെ ഇടനിലക്കാരിയാണ് അനീനയെന്ന് പോലീസിന് ലഭിച്ച സൂചന. ഇതോടെ നവജാത ശിശുക്കളെ വിൽക്കുന്നുണ്ടെന്ന പരാതിയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 സംഭവത്തിൽ 2 യുവാക്കൾ കൂടി പോലീസ് നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോ അടുത്ത കൊള്ളയാണ്. അപ്പോൾ നിങ്ങളിപ്പോ ആശുപത്രിയിലൊക്കെ കുട്ടിയെ പ്രസവിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കുട്ടിയൊക്കെ പോയി ഇതുപോലെ ആർക്കെങ്കിലും വിറ്റ കണ്ടുപിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടി ഒരു 5-10 വയസ്സ് വരെ നല്ല രീതിയിൽ തന്നെ നോക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്പോർട്സ് ന്യൂസ് ഒക്കെ തന്നെയാണ് സ്പോർട്സിൽ ഉള്ളത്. അപ്പൊ അത്യാവശ്യം എല്ലാ ന്യൂസുകളും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ന്യൂസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം.